ഇതൊരു ഒന്നൊന്നര വീഡിയോ ആയിരിക്കും. നിങ്ങൾ ശരിക്കുമുള്ള UFOയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? 100% റിയൽ ആയിട്ടുള്ളതും വളരെയധികം ക്ലാരിറ്റി ഉള്ള ഒരു പറക്കുംതളിയുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതെങ്ങനെയാണ് എടുത്തത് എന്നുള്ളതിന്റെ കഥയും കൂടി ഞാൻ പറയുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വാദമാണ് UFOക്ക് ശാസ്ത്രപരമായിട്ട് യാതൊരു എവിഡൻസും ഇല്ല, അതുകൊണ്ട് അത് ഫേക്ക് ആണെന്നാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ആയിരിക്കും ഇത്. തുടക്കം തന്നെ ഞാൻ എല്ലാം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെല്ലാം ആരംഭിക്കുന്നത് 1990 സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ്. ഇവിടെ കാൽവിൻ എന്ന പേരുള്ള ചെറിയൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിന്റെ അടുത്ത് ഹൈക്കിങ്ങിന് ഇറങ്ങിയ 2 ആൾക്കാർക്ക് സംഭവിച്ച ഒരു സംഭവമാണ് ശരിക്കും ഇത്. ഇവർക്ക് ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഹൈക്കിംഗ് ട്രിപ്പ് മാത്രമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം അത് നടക്കാൻ പോവുകയായിരുന്നു. ഒരു പക്ഷേ ഇപ്പൊ പോലും 2026 പോലും ഒരു ശാസ്ത്രത്തിനും അത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവരുടെ ഹൈക്കിംഗ് യാത്രക്കിടയിൽ ഇവരൊരു പാടത്തേക്ക് എത്തിപ്പെട്ടു. അപ്പോ ആ പാടത്തിലേക്ക് അവരിങ്ങനെ നോക്കുമ്പോണ്ട് എന്തൊരു സംഭവം, എന്തൊരു ഒബ്ജക്റ്റ് എയറിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നത്, ഇങ്ങനെ പറന്ന് നിൽക്കുന്നതായിട്ടാണ് അവർ രണ്ടുപേരും ഇങ്ങനെ കാണുന്നത്. ഇങ്ങനൊരു കാര്യം ഒട്ടും തന്നെ സംഭവിക്കാൻ ഇടയില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ആദ്യത്തെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി മാറി ഒളിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള മരത്തിന്റെ പുറയിൽ പോയി ഒളിച്ചു നിൽക്കുന്നു. എന്നിട്ട് അവർ ആ മരത്തിന്റെ ഇടയിൽ കൂടെ ഈ ഒരു സംഭവത്തെ നോക്കുന്നു. ഇവരുടെ 2 പേരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഈ സംഭവം യാതൊരു രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നില്ല, യാതൊരു രീതിയിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം ഇതിൽ കാണാനും കഴിയുന്നില്ല. അത്യാവശ്യം വലിയൊരു ഒബ്ജക്റ്റും കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തെ അവർ ഇതുവരെയായിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ഒബ്ജക്റ്റിന് താഴെ കൂടെ ഒരു ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. അതായത് ഈ സംഭവത്തെ ഒബ്സർവ് ചെയ്യാനാണോ അതോ ഇതിനെപ്പറ്റി പഠിക്കാനാണോ എന്താണെന്ന് അറിയില്ല, മനുഷ്യരുണ്ടാക്കിയ ഒരു ജെറ്റ് ഇതിന്റെ അടിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് ഈ 2 പേര് കാണുന്നു. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോയപ്പോൾ ഈ ഒബ്ജക്റ്റ് അവിടെ നിന്ന് പുറത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോവുകയും അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇല്ലാത്ത അവസ്ഥയിൽ. അതിനുശേഷം അവർ ഈ സംഭവത്തെ കണ്ടിട്ടില്ല, അത് അവിടെ ഉണ്ടായെന്നുള്ളതിന് യാതൊരു തെളിവും അവിടെ അവശേഷിക്കുന്നുമില്ല. എന്നാൽ ഇതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ പേര് ബെറ്റി ആൻഡ് ബാർണി എന്ന് പറയുന്ന ഒരു UFO കേസായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ നമ്മുടെ ഇൻസിഡന്റ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒട്ടുമിക്കവർക്ക് തോന്നാം ഇതിനിപ്പോ ഇത്ര വലിയ സ്പെഷ്യാലിറ്റി എന്താണ്, ഇത്ര വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് തോന്നിക്കാം. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ UFO എന്ന് പറയുന്ന സംഭവത്തെ കണ്ടതായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ ലിജിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ ഷെയറും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം കുഴപ്പം എന്താ വെച്ചാൽ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വളരെയധികം ബ്ലർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഈ കേസിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്താ വെച്ചാൽ, വളരെയധികം ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ ഇവർക്ക് അന്ന് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഈ ഫോട്ടോ ഞാൻ കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് ശരിക്കും 100% റിയൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. ഇവിടെ എഡിറ്റിംഗ് നടന്നിട്ടില്ല, ഇത് ഫോർജ് ചെയ്തിട്ടില്ല. ഇത് 100% അന്ന് അവരെടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്. അത് പല രീതിയിൽ പല സോഴ്സസിലൂടെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോഗ്രാഫ് കാണാം. ഇവിടെ ഞങ്ങളെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇത്ര അധികം പാനിക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും, അത് ഇത്ര അധികം ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് ഇത്ര അധികം ക്ലാരിറ്റി ഉള്ള, ഇത്ര അധികം ഷാർപ്പായിട്ടുള്ള ഫോട്ടോഗ്രാഫ് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഫോട്ടോ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ഷേപ്പ് നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫോട്ടോയുടെ താഴ്വശത്ത് ഒരു ഫൈറ്റർ ജെറ്റിനെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവരെന്താണോ ക്ലെയിം ചെയ്യുന്നത്, ഇവരുടെ ടെസ്റ്റിമോണിയിൽ നിന്ന് എന്താണോ പറയുന്നത്, ആ സംഭവത്തെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിലൂടെ കാണാനും കഴിയുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക UFO കേസസിലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താണ് ഉറപ്പ് എന്നല്ല ആൾക്കാർ ചോദിക്കുന്നത്, അങ്ങനെയല്ല സമൂഹം ചോദിക്കുന്നത്. ആ ഉറപ്പും ഇതാ ഒരു ഫോട്ടോഗ്രാഫിലൂടെ അവർ പുറത്ത് കാണിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച UFOയുടെ ഫോട്ടോഗ്രാഫായിട്ട് ഈ സംഭവത്തെ എല്ലാവരും പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഇതിനപ്പുറം ഒരു ബെസ്റ്റ് എവിഡൻസ് ഇതുവരെ നമുക്ക് കിട്ടാനില്ല. ഇതിപ്പോ നമുക്ക്, അതായത് പബ്ലിക്കിന് കാണാനും കഴിയില്ല. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, 35 വർഷങ്ങൾക്ക് ശേഷവും ഈ സംഭവത്തെ ഇതുവരെ ഒരു ശാസ്ത്രത്തിനും ഡീബങ്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഡീബങ്ക് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫ് തന്നെ നോക്കിയിട്ടൊന്ന് പറയാം,
ഇവിടെ നമുക്ക് വിസിബിളി ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം, അതായത് ഇപ്പോൾ ഹെലികോപ്റ്റർ ആണെങ്കിൽ അതിന് മുകളിൽ ഒരു ഫാൻ ഉണ്ടാവും, ഒരു പ്രൊപ്പലർ ഉണ്ടാവും. ഒരു ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് ഒരു ജെറ്റിന്റെ പ്രൊപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ യാതൊരു രീതിയിലുള്ള ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആണ് ആകാശത്ത് ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നത്, ഇങ്ങനെ ലെവിറ്റേറ്റ് ഇങ്ങനെ പറന്നിങ്ങനെ നിൽക്കുന്നത്. അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും എയറോഡൈനാമിക്കലി ഫീസിബിളും അല്ല. അപ്പോൾ ഇത് ശരിക്കും എന്തായിരിക്കും? ഈ ഒരു സംഭവം പുറത്തു വന്ന പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനെപ്പറ്റി വളരെയധികം സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഭവത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും എല്ലാ ഡാറ്റയും അവർ പബ്ലിക്കിലേക്ക് പുറത്തു വിട്ടില്ല. അതായത് ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അന്ന് അവർ ഇതിനെ കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്താ വെച്ചാൽ, ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണോ, അതോ ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഇത് വെറും ഒരു തള്ളാണോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഇതുവരെ പുറത്തു വിടാത്ത ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഈ ഫോട്ടോ എടുത്ത ഈ രണ്ടാൾക്കാരില്ലേ, നേരെ പോയി റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളുടെ അടുത്താണ്. അതായത് പത്രത്തിൽ വരുന്ന ഫോട്ടോകളെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം ഈ രണ്ടുപേരും അയച്ചത്. ഇദ്ദേഹത്തിന്റെ പേര് ആൻഡി അലൻ എന്നായിരുന്നു. ഇവിടെ ഈ രണ്ടുപേരും അന്ന് ടോട്ടലി 6 ഫോട്ടോഗ്രാഫ് എടുത്തായിരുന്നു. പക്ഷെ പബ്ലിക്കിലേക്ക് ആകെ പുറത്തേക്ക് വന്നത് ഒരൊറ്റ ഫോട്ടോഗ്രാഫ് മാത്രമായിരുന്നു. ആ ഫോട്ടോഗ്രാഫാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കാം, നിങ്ങളാണ് ആൻഡി അലന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു പറക്കും തടിയുടെ ഫോട്ടോഗ്രാഫുകളൊക്കെ നിങ്ങൾ ആർക്കും ഇങ്ങനെ അയച്ചു തരുന്നു. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇത് കണ്ട ഉടനെ തന്നെ ഇദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആവുകയും ഒരുപാടധികം ചിന്തകളെല്ലാം ഇദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. വളരെയധികം ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷന്റെ ഫോട്ടോഗ്രാഫി ഇവർ അറിയാണ്ടെടുത്തതാണോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ എല്ലാം ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഒരു സെനാരിയോയിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത് വളരെയധികം പ്രശ്നമാവുമെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള RAF ഓഫീസർ ആയിട്ടുള്ള ക്രേഗ് ലിൻസെ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഈ ഫോട്ടോഗ്രാഫുകളെല്ലാം അയക്കുന്നു. ഇവിടുത്തെ വേറെ കോമഡി എന്താ വെച്ചാൽ, നമ്മുടെ മിലിറ്ററി ഓഫീസറിന് പോലും ഈ സംഭവം എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇദ്ദേഹവും ഈ സംഭവത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഫോട്ടോഗ്രാഫുകളെല്ലാം ഇദ്ദേഹത്തിന്റെ സുപ്പീരിയർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവർക്കും പ്രത്യേകിച്ച് ഈ സംഭവത്തെ പറ്റി യാതൊരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് മിലിറ്ററി UFO റിസർച്ചേഴ്സിന്റെ അടുത്തേക്ക് ഇങ്ങനെ അയക്കുന്നു. അതായത് മിലിറ്ററിയുടെ ഇടയിലും ഈ പറഞ്ഞ UFO റിസർച്ചേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ കേവലം മണിക്കൂറുകൾക്ക് ശേഷം ഈ ഫോട്ടോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ആരംഭിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിൻസയുടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ സുപ്പീരിയേഴ്സ് വന്ന് പറയുകയാണ്, നിങ്ങൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല, നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫിനെ പറ്റി മറന്നേക്കൂ, ഇതിനെ പറ്റിയുള്ള റിസർച്ച് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫുകളെല്ലാം കറന്റ്ലി ഈ പറയുന്ന UFO റിസർച്ച് ടീമിന്റെ അടുത്താണ് ഉള്ളതെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ആ ഒരു സംഭവം അവിടെ വെച്ച് മുക്കാനാണ് ശരിക്കും ഇവിടെ ശ്രമിച്ചത്. അങ്ങനെ കുറെ മാസങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ സംഭവത്തെ പറ്റി യാതൊരു ഇൻഫോർമേഷനും പുറത്തേക്ക് വരാത്തൊരവസ്ഥ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകളെല്ലാം, അതായത് ഈ പറഞ്ഞ പറക്കുംതളികളൊക്കെ കാണുന്നു എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഈ പറയുന്ന മിലിറ്ററി എൻവയോൺമെന്റ് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിലൊട്ടുമിക്കത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. ചിലപ്പോൾ ഒരു കിളീനെ കണ്ടിട്ടായിരിക്കും അത് പറക്കുംതളിക എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ലിൻസി ആദ്യം വിചാരിച്ചത് ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് പുറത്ത് വരാത്തത് കൊണ്ട് ഇത് മിക്കവാറും ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഡീബങ്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഈ കാര്യങ്ങൾ മറന്നു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഓഫീസിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോണ്ട് ഒരു മുറിക്കകത്ത് ഇദ്ദേഹം അന്ന് ഈ ഓഫീസേഴ്സിന് കൊടുത്ത, ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽസിന് കൊടുത്ത ആ ഒരു ഫോട്ടോഗ്രാഫ് വലിയ രീതിയിൽ പ്രിന്റ് അടിച്ച് അതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയൊരു സംശയം തോന്നുകയും തൊട്ടടുത്ത നിമിഷം തന്നെ ഇദ്ദേഹം അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു, ഇതെന്താണ് ഇപ്പൊ ഈ ഒരു ഫോട്ടോഗ്രാഫിനെ പറ്റി പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ എക്സ്പേർട്സ് ഈ ഫോട്ടോഗ്രാഫ് വളരെ സീരിയസ് ആയിട്ട് വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ഇത് എന്താണെന്നുള്ളത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ഫോട്ടോഗ്രാഫ് റിയൽ ആണെന്നുള്ളൊരു കാര്യം മൾട്ടിപ്പിൾ എക്സ്പേർട്സ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്.
അങ്ങനെ കുറച്ച് നാളുകൾ മുന്നോട്ട് പോവുകയും ഈ ഫോട്ടോഗ്രാഫിലൂടെ എന്താണ് കാണാൻ കഴിയുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി വന്നു. അങ്ങനെ മിലിറ്ററി ഈ ഒരു സംഭവം, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ് ആദ്യം കിട്ടിയ ഒരു വ്യക്തിയില്ല, പറഞ്ഞ ന്യൂസ് പേപ്പറിന്റെ ആ ഒരാളില്ലേ, അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫ് പത്രത്തിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാത്തൊരു അവസ്ഥയും കൂടിയായിരുന്നു. അതായത് ഈ ലോകം ഈ ഒരു സംഭവത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ UK മിലിറ്ററിക്ക് ഈ ഫോട്ടോഗ്രാഫ് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇനി നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഒരു മലയാളം മാധ്യമത്തിനാണെങ്കിൽ കിട്ടിയെന്ന് വിചാരിക്കുക, അവര് അത് പുറത്തേക്ക് വിടാണ്ടിരിക്കുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്ര അധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണുള്ളത്. അപ്പോൾ അവര് ഇതെന്തായാലും പുറത്തേക്ക് വിടാനുള്ള ടെൻഡൻസി ഒരു 100% കൂടുതലാണ് അല്ലേ? പക്ഷെ എന്നിട്ട് പോലും ആ കാലത്ത് ഈ ഫോട്ടോഗ്രാഫ് അവർ പുറത്തു വിട്ടില്ല. അതിന്റെ പ്രധാന കാരണം മിലിറ്ററിയുടെ കൺട്രോളാണ്. അങ്ങനെ കുറെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. 2008 to 2013 കാലഘട്ടങ്ങളിൽ UK മിലിറ്ററി ഒരുപാട് UFO കേസസിന്റെ ഫയൽസ് എല്ലാം പബ്ലിക് ആക്കുന്നു, പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലാക്കുന്നു. ഈ പുറത്തു വിട്ടിരിക്കുന്ന ഇൻഫർമേഷന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് ശരിക്കും ഇവർ പുറത്തേക്ക് വിട്ടത്. അങ്ങനെ ഈ പുറത്തു വിട്ട ഫയലുകളെല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഡേവിഡ് ക്ലാർക്കിനെ നിയമിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം ഈ കേസുകളെല്ലാം പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. കാരണം ഈ പറയുന്ന കേസുകളെല്ലാം ഒട്ടുമിക്കതും ഒരു 99% കേസുകളും ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. അത് ആ സംഭവം ഈ സംഭവം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീബങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കേസ് മാത്രം ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നു, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു. ഈ കേസ് ഫയലിനോടൊപ്പം തന്നെ വളരെ ഗ്രെയിനി ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിന്റെ ഫോട്ടോ കോപ്പിയും കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കുറിപ്പുകളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി, ഇത് മിലിറ്ററി വളരെയധികം സീരിയസ് ആയിട്ട് എടുത്ത ഒരു കേസും കൂടിയായിരുന്നു. ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എവിഡൻസോ ഇതെന്താണെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അതുമാത്രമല്ല, ഒരു UFO കേസ് ഇത്ര അധികം സീരിയസ് ആയിട്ട് മിലിറ്ററി എടുക്കണമെങ്കിൽ അത് വളരെയധികം റെയർ ആയിരിക്കണം, വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ മാത്രമാണ് ഒരു മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതേപോലുള്ള കേസുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയുള്ളൂ. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു കൺക്ലൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിനെപ്പറ്റി ഒന്ന് നല്ല രീതിയിൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള മിലിറ്ററിയിലുള്ള ആൾക്കാരെയും ഈ പറഞ്ഞ പത്രത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ആ കാലത്ത് എന്താണ് നടന്നത് അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങും. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആരും തന്നെ കോർപ്പറേറ്റ് ചെയ്തില്ല. ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിട്ട് ആർക്കും ഓർമ്മയില്ലാത്തത് പോലെയാണ് എല്ലാവരും നടിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫ് എടുത്ത 2 വ്യക്തികൾ മാത്രമാണ്. പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയുകയുണ്ടായി, അതായത് ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ ആൾക്കാരുടെ പേരുകൾ ബ്ലർ ആക്കിയിട്ടാണ് ഈ പറയുന്ന മിലിറ്ററി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആരാണ് ഫോട്ടോഗ്രാഫ് എടുത്തത് അതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ക്ലൂവും കിട്ടാനില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നു. 2018 ഇദ്ദേഹം വീണ്ടും ഒരുപാട് UFO കേസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ലീക്ക് ആവപ്പെട്ട UFO ഇൻഫോർമേഷനും ഡാറ്റ എല്ലാം ഇദ്ദേഹം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറുടെ പേര് ശ്രദ്ധിക്കുന്നത്. ഈ മിലിറ്ററി ഓഫീസർ ആവട്ടെ 1990 ഈ പറയുന്ന ആ ഒരു മിലിറ്ററി ബേസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ഇദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡെസിഗ്നേഷൻ ഉപയോഗിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇന്റർവ്യൂക്കിടയിൽ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ കരിയറിൽ എപ്പോഴെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള UFO കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ, അതിനെപ്പറ്റി അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ഇദ്ദേഹം ആ ഒരു ഞെട്ടിക്കുന്ന സത്യം പുറത്തേക്ക് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഒരു പെർട്ടിക്കുലർ കേസ്, ഒരൊറ്റ കേസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം തുറന്നടിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്ററിന് വളരെയധികം എക്സൈറ്റ്മെന്റ് വരുന്നു. കാരണം ഇദ്ദേഹം വഴിമുട്ടി നിന്ന ആ ഒരു കേസാണ് ഇത് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഈ മിലിറ്ററി ഓഫീസർ ഇദ്ദേഹത്തിന് ഒരു കൊളീഗിന്റെ പേര് കൂടി പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ക്രേഗ് ലിൻസേ. നമ്മുടെ ഈ ഒരു എഡിറ്റർ ഇല്ലേ, അതായത് പത്രത്തിന്റെ ആ ഒരു എഡിറ്റർ ഇല്ലേ, അദ്ദേഹം ആർക്കാണോ ആ ഒരു ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയി. 2021 ആയപ്പോൾ ഈ പറയുന്ന ക്രേഗ് ലിൻസേ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓഫീസർ ഇല്ലേ,
അദ്ദേഹത്തിനെ വിളിച്ച് ഒരു ഇന്റർവ്യൂ നടത്തുന്നു. അങ്ങനെ ഈ ഒരു ഇന്റർവ്യൂവിൽ ഈ പറയുന്ന ഇൻസിഡന്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് പോലും വളരെയധികം ക്ലിയർ ആയിട്ട് ഇന്നലെ നടന്ന പോലെ ആ സംഭവം അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരാൻ വേണ്ടി ഇദ്ദേഹം വളരെയധികം കാത്തിരിക്കുകയും കൂടിയായിരുന്നു. ഇത്ര നാളുകളായിട്ട് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ആ ഒരു 6 ഫോട്ടോഗ്രാഫുകളില്ലേ, അത് മിലിറ്ററിയുടെ കൈവശം ഇപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഈ 6 ഫോട്ടോഗ്രാഫുകളിലത്തെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫ് നമ്മുടെ ലിൻസയുടെ കൈവശം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫ് ഇദ്ദേഹം ഈ പറഞ്ഞ ഇന്റർവ്യൂയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ഇന്റർവ്യൂർ ആയിക്കോട്ടെ ആൻഡ്രൂ റോബിൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഇദ്ദേഹം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റോൾ എന്താ വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫ് ഏതെങ്കിലും രീതിയിൽ ഫേക്ക് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു. മിലിറ്ററി ഓഫീസേഴ്സ് കൺഫേം ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. അതായത് ഇത് 100% ലിജിഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഇത്ര അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ഒബ്ജക്റ്റ് മിനിമം ഒരു 30 to 40 മീറ്റർ വരെ നീളമുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം 8 to 12 മീറ്റർ വരെയും ഉയരം ഈ സംഭവത്തിനുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഈ ഫോട്ടോഗ്രാഫുകളെല്ലാം അനലൈസ് ചെയ്തത് ഫിലിം ഗ്രെയിൻസ് വെച്ചിട്ടാണ്. അതായത് ആ കാലങ്ങളിലുള്ള ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഫിലിം ഉപയോഗിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫിലിമിന്റെ ഗ്രെയിൻ പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഫോട്ടോഗ്രാഫ് റിയൽ ആണോ ഫേക്ക് ആണോ ഇദ്ദേഹം തിരിച്ചറിയുന്നത്. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫ് റിയൽ ആണ് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ശരിക്കും നടക്കരുത്. ഇതിപ്പോ UFO എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് നടക്കരുത് എന്നുള്ളൊരു വിശ്വാസം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പറ്റാവുന്ന പോലെ 2 തിയറീസ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് കുളത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു കല്ലായിരിക്കാം. അതായത് ഒരു കല്ല് കുളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അപ്പിയറൻസ് ഫോട്ടോഗ്രാഫിയിൽ കാണാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു മലയുടെ മോൾവശം മാത്രമായിരിക്കാം. ബാക്കിയുള്ള വശങ്ങളെല്ലാം ഈ പറഞ്ഞ മേഘങ്ങൾ മൂടിയത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 2 തിയറീസ് ഇദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുന്ന ഈ തിയറീസ് കറക്റ്റ് ആവണമെങ്കിൽ ഈ സ്ഥലത്ത് ഒരു മലയോ ഒരു കുളമോ കാണണം. ഈ പറഞ്ഞ 2 സംഭവം അവിടെ ഇല്ല. അതോടൊപ്പം തന്നെ ഒരു കുളത്തിൻ്റെതായിട്ടുള്ള വാട്ടർ റിഫ്ലക്ഷൻസ് ഒന്നും നമുക്കിവിടെ കാണാനും കഴിയുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫി ശരിക്കും എന്താണ് എന്ന് ആർക്കും മനസ്സിലാക്കാനും കഴിയുന്നില്ല. അങ്ങനെ 2022 ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഫോട്ടോഗ്രാഫ് ഇദ്ദേഹം പബ്ലിക്കിലേക്ക് തുറന്നു വിടുന്നു. അങ്ങനെയാണ് ഈ ഫോട്ടോ പുറം ലോകം കാണുന്നത്. അതായത് മിക്കവാറും നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു UFO ആയിരിക്കാം. ഏകദേശം ഒരു 30 വർഷത്തോളം ഒരു മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒളിപ്പിച്ചു വെച്ച ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ സിറ്റുവേഷന്റെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഒറ്റ ഫോട്ടോഗ്രാഫ് മാത്രമാണ് പുറം ലോകം കണ്ടിരിക്കുന്നത്. ഇനി ബാക്കി 5 ഫോട്ടോഗ്രാഫും കൂടിയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ ഒരു ടെസ്റ്റിമണി അനുസരിച്ച് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫാണ് ഇത്. ഈ ഫോട്ടോഗ്രാഫ് പുറത്ത് വിട്ടതോടുകൂടി തന്നെ ഇത് വളരെയധികം വൈറലായി പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ഈ ഫോട്ടോഗ്രാഫ് ആരാണ് എടുത്തത് ആ 2 പേരും പുറത്തേക്ക് മുന്നോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫ് എടുത്ത ഇദ്ദേഹത്തിനെ തേടി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നു. അങ്ങനെ കാൽവിൻ എന്ന പേരുള്ള ഈ സ്ഥലത്ത് പോയിട്ട് പേഴ്സണലി അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഈ 2 പേരെ നേരിട്ട് കണ്ടിരിക്കുന്ന ഒരാളെ ഇദ്ദേഹം പരിചയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ഒബ്ജക്റ്റിനെ ഇവർ കണ്ടു. അതിനുശേഷം ഒരു ബ്ലാക്ക് സ്യൂട്ട് ഇട്ട ഒരാള് ഇദ്ദേഹത്തിനടുത്ത് ഈ 2 പേരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ 2 പേരെയും ആരും തന്നെ കണ്ടിട്ടില്ല. ഇവര് എങ്ങോട്ട് പോയിന്നോ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. ഈ 2 പേരെയും അവസാനമായിട്ട് കണ്ട ഈ വ്യക്തി പറയുന്നത് ഈ ബ്ലാക്ക് സ്യൂട്ട് ഇട്ട ആള് ഇവരുടെ അടുത്ത് സംസാരിച്ച് പോയതിനു ശേഷം ഇവരുടെ മുഖത്ത് ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം 50 വർഷത്തേക്കുള്ള സീക്രസി റൂൾ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അപ്പോൾ ആ ഒരു നിയമത്തിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത 50 വർഷത്തേക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരവസ്ഥ.
അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ 2076 വരെ നമുക്കിതിനെ പറ്റിയിട്ട് യാതൊരു ഇൻഫർമേഷനും പുറത്തേക്ക് കിട്ടില്ല. ഇതിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്താ വെച്ചാൽ ഈ പറയുന്ന ഫോട്ടോഗ്രാഫും ഈ പറയുന്ന ഇൻസിഡൻസും എല്ലാം 100% ശരിക്കും നടന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിപ്പോ ഒരു ഹോക്സ് അല്ല, ഒരു മനുഷ്യന് ഇത് ഡീബങ്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയധികം ഇൻഫോർമേഷനും ഇത്രയധികം ഡാറ്റയുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ആൾക്കാരുടെ പേരും ആ സ്ഥലത്തിന്റെ പേരും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫ് അനലൈസ് ചെയ്തിരിക്കുന്നതിന്റെ PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നിരവധി ഇൻഫോർമേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം ഡാറ്റ ഞാൻ പറഞ്ഞിട്ടും ഇതൊരു കള്ളമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇതൊരു ഹോക്സ് ആണ്, ഒരു ഫേക്ക് കേസ് ആണ് നിങ്ങൾ വിചാരിക്കാം. ഈ രണ്ടാൾക്കാരും ഈ പറഞ്ഞ ഒരു രാജ്യത്തിന്റെ മിലിറ്ററിനെ മുഴുവനും ഒരുപാട് വർഷത്തേക്ക് കളിപ്പിച്ചൊരവസ്ഥ, ഒരുപാട് ആൾക്കാരെ വിശ്വസിപ്പിച്ച അവസ്ഥ, ഈ പറയുന്ന എക്സ്പേർട്സിനെ എല്ലാം കബളിപ്പിച്ചൊരവസ്ഥ. ഇതൊരു കള്ളമാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ തന്നെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ള ഒരു കള്ളമായിരിക്കും ഇത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ളതും ലോകോത്തര സ്റ്റാൻഡേർഡ്സിൽ നിൽക്കുന്ന ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് വന്നിട്ട് പോലും ഇതിനും അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനും കഴിയുന്നില്ല. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക, ഈ പറഞ്ഞ അനാലിസിസ് ഒക്കെ നടത്തിയത് ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ്. റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഫോട്ടോഗ്രാഫൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനുമില്ല. സംഭവം എന്താ വെച്ചാൽ 2022 വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സംഭവത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് ഏറ്റവും ക്ലാരിറ്റി ഉള്ള UFO ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള ടൈറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് പറക്കും തളികെ UFO എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉള്ളതാണോ എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫോട്ടോഗ്രാഫൊക്കെ പബ്ലിക്കിലേക്ക് വന്നേ പിന്നെ ഞങ്ങൾക്ക് ആ ഒരു സംശയം മാറി കിട്ടി. ഒരു റാൻഡം ആയിട്ടുള്ള ആളെൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ചേട്ടാ ഈ പറഞ്ഞ UFO ഒക്കെ ശരിക്കും ഉള്ളതാണ്, ഇതൊക്കെ വെറും കള്ളമല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് ഈ ഫോട്ടോഗ്രാഫ് ആരെങ്കിലും എടുത്ത് കാണിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒന്ന് സെർച്ച് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ ഈ ചോദ്യം നിങ്ങളോടൊന്ന് ചോദിക്കുമെന്ന് ഞാൻ പറയും. കാരണം അത്ര അധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കേസാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളും ഇതിനെപ്പറ്റി മാക്സിമം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സംഭവത്തെ പറ്റി വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.